മഹാഗുരു ശരണം. ഓം അരുണാചലേശ്വരായ നമ. ഇന്ന് 2025 ജൂൺ മാസം 17 ചൊവ്വാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, മഹാഗുരു ശരണം എന്ന് പറയുന്നത് എന്താണ്? ഉപാസന മൂർത്തികൾ, ഉപാസന എന്താണ്, മെഡിറ്റേഷൻ എന്താണെന്ന് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാഗുരു ശരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഉപനയന സംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓം ശ്രീ ഗുരുഭ്യോ നമ എന്നാണ് പറയുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. എന്ത് കാര്യത്തിലും ഗുരുവാണ് ആദ്യം വഴികാട്ടി. അതുപോലെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, സർവേഭ്യോ ദേവേഭ്യോ, അങ്ങനെ കുറച്ച് മന്ത്രങ്ങളുണ്ട് ഞങ്ങൾ ചൊല്ലുന്നത്. പക്ഷേ ഈ മഹാഗുരു ശരണം എന്നുള്ളത് എങ്ങനെ വന്നു? അപ്പോൾ പല രീതിയിൽ ഞാനത് ട്യൂൺ ചെയ്ത് എങ്ങനെ എനിക്ക് ട്യൂൺ ആകും എന്നുള്ളത്. അപ്പോൾ തിരുമേനി ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തിരി തിരുമേനി എനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ അറിവ് പകർന്നത് നമ്മുടെ ഭാരത ഇതനുസരിച്ച് ദക്ഷിണാമൂർത്തിയാണ്. എന്ന് പറഞ്ഞാൽ ശിവചൈതന്യമായ ദക്ഷിണാമൂർത്തിയാണ് അറിവ് പകർന്നത്, അല്ലെ അറിവ് പകർന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് പറയുന്നു. നമ്മൾ വിദ്യാദേവി സരസ്വതി എന്ന് പറയുന്നുണ്ടെങ്കിലും ദക്ഷിണാമൂർത്തിയാണ് പ്രഥമ സ്ഥാനം എന്ന് അദ്ദേഹം പറയുന്നു. അതിങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ വന്ന് ശരിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വന്നത് മൈൻഡോറ ക്ലാസ്സാണ്. അതിൽ വന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ അറിവുകൾ നിറയെ ഉണ്ടെന്നും ഈ അറിവുകൾ നമ്മൾ ശേഖരിക്കുക മാത്രമാണെന്നുള്ള അറിവ് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടി. അദ്ദേഹത്തിൻ്റെ വളരെയധികം ക്ലാസ്സുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കാര്യം എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് കഴിഞ്ഞ് പിന്നെ ശരീരം, അതാണ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അത് വെച്ചാണ് എല്ലാവരും ഗൈഡൻസ് തരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ മൈൻഡോറ ക്ലാസ് കഴിഞ്ഞെങ്കിൽ തന്നെയും പിന്നെയും കുറേയധികം ചോദ്യങ്ങൾക്ക് ഉത്തരവ് വേണമായിരുന്നു എനിക്ക്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളുമായിട്ട്, അപ്പോൾ ഡോക്ടർ ബ്രയാൻ എൽവിസിൻ്റെ ബുക്ക് വായിച്ചു. അത് ഇപ്പോൾ എന്താണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്, അതിൻ്റെ ക്ലാസ്സിന് പോയി. ആ ക്ലാസ്സിന് പോയിട്ടും എന്നിട്ടും പൂർണ്ണ തൃപ്തിയായില്ല. പിന്നെയും അന്വേഷിച്ച് നടന്നു. റൈസപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ പോയി. പലവിധ കോഴ്സുകൾ, പിന്നെ തേടൈ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു ഇതുപോലെയുള്ള വൈബുള്ള ആൾക്കാരുമായിട്ട്. നമ്മുടെ ഇതനുസരിച്ചിട്ട് നമ്മൾ ഏത് തലത്തിൽ നിൽക്കുന്നു, ഈ 7 ചക്രങ്ങൾ അനുസരിച്ച് ഏത് തലത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആജ്ഞാചക്രമാണ് നമുക്കിനി കടക്കേണ്ടത്. അത് നടന്നത് തേടയിലൂടെയാണ്. ആ തേടയിൽ നടന്നു. അതോടൊപ്പം തന്നെ ഈ തേടയിൽ നടന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് എൻ്റെ നടന്ന ബൈപ്പാസ് സർജറിയിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ തേടയിൽ കഴിഞ്ഞിട്ട് ആ ദീക്ഷ കിട്ടി. ക്രിയായോഗയുടെ ഓൺലൈൻ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറേ സുജോക്ക് പല ഇതിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രാക്കിലേക്ക് ഞാൻ എങ്ങനെ വീഴും എന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ട്രാക്കിലാണെന്ന് ഞാൻ പറയാം, എത്തിയെന്ന് പറയല്ല, ആ വഴി ഞാൻ കണ്ടെത്തി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മാസ്റ്റർ സോൾ ഉണ്ടെന്ന് മനസ്സിലായി. ഏതോ ഒരു മാസ്റ്റർ സോൾ നമ്മളെ കൈപിടിച്ച് നടത്തുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കാൻ വളരെയധികം താമസിക്കും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഞാൻ മഹാഗുരു ശരണം എന്ന് ഞാൻ ട്യൂൺ ചെയ്തു. അപ്പോൾ ആദ്യം തൊട്ട് എന്ത് ചെയ്താലും ഇത് പറഞ്ഞാലും ഓം ശ്രീ ഗുരുഭ്യോ പറയുമായിരുന്നു. പക്ഷേ അത് വന്ന് തേടൈ ക്ലാസ്സിൽ പ്രിയ മഹാഗുരു ശരണം അങ്ങനെ പലത് പറഞ്ഞ് പിന്നെ മഹാഗുരു ശരണം എന്നുള്ള ട്യൂണിങ്ങിൽ ഞാൻ എത്തി. അത് എന്നെ കാണുന്ന കുറേ അധികം പേര് ആ ഒരു ഫ്രീക്വൻസിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. മഹാഗുരു ശരണം എന്ന് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മഹാഗുരു ശരണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും അത് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മുമ്പ് എനിക്കൊരു പാഠമാക്കാനാകട്ടെ. പക്ഷേ ആ ഒരു ട്യൂണിങ്ങിൽ ഒരു ഫ്രീക്വൻസി ക്രിയേറ്റ് ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ കുറേയധികം ആൾക്കാർ ആ ട്യൂണിങ് എടുക്കുന്നുണ്ട്. അവരും അതേ ഫ്രീക്വൻസിയിൽ കണക്റ്റ് ആകുന്നതായിട്ട് മനസ്സിലാകുന്നു. അപ്പോൾ ഏത് കാര്യത്തിലും തിരുമേനി പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ ചരണയുഗള ആപത്ഘട്ടം കിങ്കരണീയം ചരണയുഗള ശരണമമ്പായഹ എന്ന് പറയുന്നത്. എന്തിനും
ഏത് കാര്യത്തിനും നമ്മൾ ശരണാഗതി അടയണം. അപ്പോൾ മഹാഗുരു എന്ന് പറയുന്ന ആ ദിവ്യ ചൈതന്യം, അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഫോമിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത് ദത്താത്രേയ ഗുരുവിലാണ്. എന്താണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര ചൈതന്യങ്ങളടങ്ങിയ അത്രി അനസൂയ ദമ്പതികളുടെ മകനായ ദത്താത്രേയ മഹാഗുരുവിലാണ് അത് ചെന്ന് നിൽക്കുന്നത്. അതിന് മുകളിൽ ദക്ഷിണാമൂർത്തി സ്വാമിയാണ്, അതിന് മുകളിൽ മഹാദേവനാണ്, പരമേശ്വരനാണ്. അതാണ് മഹാഗുരു എന്ന് പറയുന്നതിൻ്റെ ഇത്. അപ്പോൾ ആ ഗുരുപരമ്പരയുടെ തുടർച്ചയാണ് ഞാൻ എല്ലാം ചെയ്തത്. ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തി തിരുമേനിയാകട്ടെ, മൈൻഡോറ പഠിപ്പിച്ച ശ്രീ പ്രദീപ് കെ നൈനാൻ സാറാകട്ടെ, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം പഠിപ്പിച്ച ശ്രീ അശോക് നാരായണ സാറാകട്ടെ, റൈസപ്പ് എൻ്റെ ക്ലാസിൻ്റെ ആകട്ടെ, സുജോക്ക് പഠിപ്പിച്ച രഘുനാഥാചാര്യ സാറാകട്ടെ, അതുപോലെ തന്നെ തേടൈ ദീക്ഷ തന്ന ഡോക്ടർ കെ അഷ്റഫ് അഷ്റഫ് മാസ്റ്റർ ആകട്ടെ, അതുപോലെ തന്നെ നാദദീക്ഷ തന്ന ശ്രീ രതീഷ് സായി തിരുമേനിയാകട്ടെ, അതുപോലെ ക്രിയായോഗ ദീക്ഷ തന്ന തക്കലയിലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഓൺലൈനിൽ തന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ തുടർച്ചകളാണ്, മനസ്സിലായി? അതിൻ്റെ തുടർച്ചകളാണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞിട്ടും ഞാൻ ഇതിൻ്റെ ഹിപ്നോ തെറാപ്പി, ബ്ലൈൻഡ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞ് ജിനു ജെയിംസ് സാറ്, റോജിൻ സാറുള്ള അതിനും ഞാൻ അറ്റൻഡ് ചെയ്തു. അതൊക്കെ ഇവരൊക്കെ ഈ മഹാഗുരുവിൻ്റെ പരമ്പരകളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ളത് നമ്മളിലേക്ക് അറിവ് പകരുന്നത്, അത് നമ്മളൊരു ട്രാക്കിലേക്ക് പോകും. അപ്പോൾ മഹാഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദക്ഷിണാമൂർത്തി, അത് കഴിഞ്ഞ് ദത്താത്രേയ ഗുരു, അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ സമയത്തൊക്കെ മഹാവതാർ ബാബാജി എന്ന് നമുക്ക് പറയാം. ആ ഒരു ഇതിൽ നമുക്ക് നിർത്താൻ പാടില്ല. നമ്മൾ കുറേ പഠിച്ചു വരുമ്പോൾ ഒരു ട്രാക്കിൽ നമുക്ക് നിർത്താൻ പറ്റുകയില്ല എന്നുള്ള തലത്തിലേക്ക് നമ്മളെത്തും. അത് കഴിയുമ്പോൾ ഉപാസനയെക്കുറിച്ച് കേൾക്കണം. ഉപാസന ഗുരു പറഞ്ഞു തന്ന ഉപാസനകളുണ്ട്, എൻ്റെതായ ഉപാസനകൾ ഗുരു പറഞ്ഞു തന്നുണ്ട്. അത് സാധാരണ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അതെന്താണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഏത് ടൂളാണ് മെയിൻ ഇവിടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല. ഉപാസനകൾ പിന്നെ ഗായത്രി ജപമുണ്ട്. എൻ്റെ 9ാമത്തെ വയസ്സിൽ ഉപനയനം കഴിച്ച് തന്നതിന് ശേഷം, അത് എന്ന് പറഞ്ഞാൽ 79-80കളിലാണ്. അതിന് ശേഷം ഡെയിലി സന്ധ്യാവന്ദനം ഗായത്രി. ഈ സന്ധ്യാവന്ദനത്തിൽ എന്തെങ്കിലും ഇത് വന്നാലും ഗായത്രി ജപിക്കും. അത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപാസന പല രീതിയിലാണ്, പല ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പലരും പല മൂർത്തികളുമായിട്ടും പലരുടെ കാര്യത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്ന ഈ ഉപാസനയിൽ ഗുരു പറഞ്ഞു തന്ന കുറേയധികം എന്ന് പറഞ്ഞാൽ ഓരോ മൂർത്തികളിലും ഓരോ ഫ്രീക്വൻസിയാണ്, ഓരോ ശക്തികളും ഓരോ ഫ്രീക്വൻസിയാണ്. അത് അദ്ദേഹം മനസ്സിലാക്കി തന്നതുകൊണ്ട്, പിന്നെ മൈൻഡ് പവർ ക്ലാസ്സിന് പോയിട്ട് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ തനിയെ പല ട്രാക്കുകളിലേക്ക് വരും. അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ മെഡിറ്റേഷൻ ആയിരിക്കില്ല വേറൊരാളുടെ മെഡിറ്റേഷൻ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. ഇന്ന് രാവിലെ ഞാൻ ഇത് ചെയ്യാണ്, സസ്പെൻസാണ്. പോകെ നിങ്ങൾക്ക് 2-3 ദിവസം എന്താണ് ഏതാണ് കാര്യം എന്നറിയാം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ സൂചന തന്നിരുന്ന കാര്യമാണ് ഇന്ന് തൊട്ട് നടക്കുന്നത്. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ആയുരാരോഗ്യ സൗഖ്യം സൽസന്താന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യസിദ്ധി സർവൈശ്വര്യം സർവ്വമനോകാമനാഭീഷ്ടം നടക്കാൻ, കുട്ടികൾക്ക് നല്ല ജീവിതം ലഭിക്കാൻ, എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകാൻ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ ചിന്തകൾ വരുവാനും പോസിറ്റീവായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതിൻ്റെതായ അനുഗ്രഹം യൂണിവേഴ്സിൽ നിന്ന് പലതരത്തിൽ നമുക്ക് ലഭിക്കണമെന്ന് എൻ്റെ ഗുരുപരമ്പരകളോട് ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ്. ഓൾ താങ്ക് യു.